ഇന്നലെ വളരെ കൂടുതൽ ഒരു ആവേശം നിറഞ്ഞൊരു പോരാട്ടം തന്നെയായിരുന്നു അഫ്ഗാനും ഇംഗ്ലണ്ടും തമ്മിൽ നടന്നത്. അപ്പം ഇംഗ്ലണ്ടും ചിലപ്പോൾ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാകാം നമുക്ക് ഈ ഒരു റൺ അഫ്ഗാൻ മുന്നോട്ട് വെച്ച ആ ഒരു റണ്ണ് ആ ഒരു ലക്ഷ്യം നമുക്ക് മറികടക്കാൻ പറ്റുന്നൊക്കെ. പക്ഷേ അവസാനത്തേക്ക് വിക്കറ്റുകൾ വല്ലാതെ ഇംഗ്ലണ്ടിന്റെ പോവുകയും അഫ്ഗാൻ വലിയൊരു ശക്തിയായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ ഒരു മത്സരത്തിൽ കണ്ടത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇന്നലെ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്ത അഫ്ഗാൻ വലിയൊരു ടോട്ടലാണ് പടുത്തുയർത്തത് ഇംഗ്ലണ്ടിനെതിരെ. പക്ഷെ അത് ഇംഗ്ലണ്ട് പോലൊരു ടീമിന് വലിയ ടോട്ടൽ ആയിരുന്നില്ല. നമ്മളെല്ലാം കണ്ടപ്പോൾ ജോ റൂട്ടൊക്കെ നന്നായിട്ട് കളിച്ച് ജോ റൂട്ട് ക്രീസിൽ ഉണ്ടാകുന്ന ആ ഓവർ വരെ ഇംഗ്ലണ്ടിന് വിജയം ഉറപ്പായിരുന്നു. പക്ഷെ അവസാന നിമിഷത്തിലേക്ക് വിക്കറ്റുകൾ തുടരിയിട്ട് അഫ്ഗാൻ എന്നുള്ള ഏഷ്യയിലെ ഏറ്റവും മികച്ചൊരു ടീമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പം ഇന്ത്യ കഴിഞ്ഞാൽ ഇപ്പം പാകിസ്ഥാനും ബംഗ്ലാദേശാണ് പിന്നിലുള്ളത്. ഇപ്പം ശ്രീലങ്കയൊക്കെ നമുക്കറിയാം അവസ്ഥ ഇപ്പം എന്താണ്. അതിൽ ഏറ്റവും മികച്ച ടീമായി മാറിയിട്ട് ഇന്നലെ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി. ഇംഗ്ലണ്ടിന്റെ നിലവിലെ ഫോം, ഇന്ത്യയോട് കളിച്ച ഫോമൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും മികച്ചൊരു ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ശക്തി ഒരിക്കലും കുറച്ചിടാൻ പറ്റില്ല. റൂട്ടും ബട്ട്ലറും പിന്നെ ഡക്കറ്റൊക്കെ അടങ്ങുന്ന ടീമാണ്. ആ ടീമിനെ മറികടക്കുക എന്നുള്ളത് അഫ്ഗാന് നിഷ്പ്രയാസം നടക്കുന്ന ഒരു ടീം പോലെ തോന്നി. അതാണ് നിഷ്പ്രയാസമായിരുന്നു. കാരണം ലാസ്റ്റിലേക്കാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ വിക്കറ്റുകൾ അധികം പോയി. അതും എല്ലാവരും ക്യാച്ച് ഔട്ട് ആവുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് ആ വലിയ സ്കോർ മറികടക്കാനുള്ള ശ്രമമായിരുന്നു. ഇപ്പം നമുക്കറിയാം അഫ്ഗാന്റെ ഇന്നിംഗ്സിലൊക്കെ ആയിരുന്നു 3 പേരാണ്. ഇബ്രാഹിം സർദാർ ഒരു ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തി സ്കോറാണ് 127 റൺ അദ്ദേഹം അടിച്ചെടുത്തത്. ICC ഈവനിലെ തന്നെ 2ാമത്തെ ഉയർന്ന സ്കോറാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സ്കോറിലേക്ക് എത്തിയിട്ട് ബാക്കി 3 പേര് മാത്രമേ ആ ടീമിൽ 2 അക്കം കടന്നിട്ടുള്ളൂ. പിന്നെ ഒമർ സായിയും നബിയും മറ്റൊരു താരം 40, 40, 41 ഈ റണ്ണായിരുന്നു. ബാക്കി ആരും 2 അക്കം കടന്നില്ല. എന്നിട്ട് പോലും ആ ഒരു വലിയ ടോട്ടലിലേക്ക് എത്താൻ വേണ്ടി സർദാർ ഒറ്റ ഇന്നിംഗ്സ് ആണ്. അതായത് തുടക്കത്തിൽ ജോഫ്രെ ആർച്ചർ മികച്ച തുടക്കം ഇംഗ്ലണ്ട് നൽകി. 2 വിക്കറ്റുകളൊക്കെ വീഴ്ത്തി, 3 വിക്കറ്റ് വീഴ്ത്തി. 3 വിക്കറ്റ് വീഴുന്ന സമയത്തും സർദാറിനോട് പിടിച്ചു നിന്നു. പിന്നീട് റൺ ഉയർത്തി നമ്മൾ കാണുന്നത് ഒരു ടോപ്പ് ക്ലാസ് ബാറ്റ്സ്മാൻ, ഒരു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഭാവിയിലെ ഒരു താരമായിട്ട് തന്നെ ഒരു വിലയിരുത്താം. ഇപ്പോൾ ഇന്ത്യൻ പോലെ ഒരു ടീമിലാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ വാർത്തപാട്ടുകൾ ഒരുപാട് വന്നേനെ. പക്ഷെ അഫ്ഗാനിലായിപ്പോയി. അഫ്ഗാനിലെ താരങ്ങൾ പോരാട്ട വീര്യം എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് ഇപ്പോൾ കണ്ട് പഠിക്കണം. ഇപ്പം പറഞ്ഞാലും ഇന്ത്യ വരെ കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞാലും തെറ്റു വരാൻ പറ്റില്ല. പക്ഷെ അതിപ്പം ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് പാകിസ്ഥാനാണ്. ആദ്യത്തെ രാജ്യമാണ്. ആ രാജ്യത്ത് കളി കണ്ടു പഠിക്കേണ്ടതാണ് ഈ അഫ്ഗാന്റെ. പാകിസ്ഥാൻ ഒരു എങ്ങനെയുള്ള ടീമായിരുന്നു പറയാം. ഇന്ത്യയെ പോലെ തന്നെ തുല്യ ശക്തികളായിരുന്നു ഒരു കാലത്ത് നല്ല അടുത്തിടെ വരെ അങ്ങനെയായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പം പാകിസ്ഥാൻ എവിടെയുള്ളത് നമുക്കറിയാം. തുടർ തോൽവികളാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരമൊക്കെ ഏകപക്ഷീയമാറാണ്. പക്ഷെ അവിടെ വന്നിട്ടാണ് ഈ അഫ്ഗാനി പാകിസ്ഥാന്റെ പിച്ചിലും മണ്ണിലാണ് ഈ കളി എടുക്കുന്നത്. ഇപ്പം ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഇപ്പം അടുത്ത മത്സരത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കും എന്ന് നബി പറയുന്നുണ്ട്. തോൽപ്പിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ ഒരു ടീമായിട്ട് അഫ്ഗാൻ മാറിയിട്ടുണ്ട്. അഫ്ഗാൻ ആ ഒരു എന്താ പറയുക ഒരു വാശിയും അല്ലെങ്കിൽ ഒരു പോരാട്ട വീര്യവും നന്നായി അഫ്ഗാൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ പാകിസ്ഥാൻ ഇന്ന് നടക്കുന്ന മത്സരത്തിലും കൂടി പാകിസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ വലിയൊരു നാണക്കേടായിട്ടുള്ള ഒരു റെക്കോർഡിലേക്ക് പാകിസ്ഥാൻ വരാനില്ല. പക്ഷെ ബംഗ്ലാദേശോട് തോൽക്കുള്ളൂ. ബംഗ്ലാദേശിന് പിന്നെ എനിക്കൊന്ന് ബംഗ്ലാദേശിന് ഇപ്പം പാകിസ്ഥാനും പോരാട്ട വീര്യമുണ്ട്, ജയിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ഒരു മത്സരത്തിലും കൂടി തീർന്നാല് പാകിസ്ഥാനോടെ താരങ്ങൾ വീട്ടിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും നമുക്ക് തോന്നുന്നത്. ആദ്യ രാജ്യത്തിന്റെ നാണം കെട്ട തോൽവിയിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. ഒരു പ്രതീക്ഷയൊന്നുമില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ മറികടക്കുന്നത്. ബംഗ്ലാദേശും നല്ലൊരു ടീം തന്നെയാണ്. അപ്പോൾ ആ സമയത്താണ് അഫ്ഗാന്റെ വരുന്നത്. അഫ്ഗാൻ ഈ കളത്തിലെ മാത്രമല്ല ആ രാജ്യത്ത് എങ്ങനെയാണ് പോരാടി തരുന്നത് ഒരു സൗകര്യങ്ങളില്ലാത്തൊരു ടീമായിട്ടാണ് വന്നിട്ടാണ് ഈ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നത്. അപ്പോൾ അടുത്ത മത്സരത്തിൽ ചില തുടർച്ചയായ 2 ICC ഇവന്റുകളിൽ അവസാനം 4ലേക്ക് എത്തുന്ന ടീമായിട്ട് അഫ്ഗാൻ മാറും. ചെറിയൊരു നേട്ടമുള്ളത് അത് അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെറിയ നേട്ടമല്ല. അത്രയും മികച്ചൊരു ഇതിലേക്കാണ് ആ ടീം പോകുന്നത്. ഈ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. ഓസ്ട്രേലിയ മികച്ച ഫോമിലെ ടീമാണ്. ഓസ്ട്രേലിയ മറികടക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ഈ അഫ്ഗാന് ഒന്നും അങ്ങനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. പണ്ടൊക്കെ നമ്മളിപ്പോൾ അഫ്ഗാൻ ഇംഗ്ലണ്ടിൽ നിന്ന് തോപ്പിച്ചെങ്കിൽ ഇന്നത്തെ പത്രത്തിൻ്റെ ഹെഡ്ലൈൻ അട്ടിമറി ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ അട്ടിമറിയല്ല തുടർച്ചയായ വിജയങ്ങൾ നേടുന്ന ഒരു മികച്ച ടീമായിട്ട് മാറിയിട്ടുണ്ട്. 2023 അവസാനമായിട്ട് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. പക്ഷെ അത് ഒരു ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല. ഇപ്പം ഏത് ടീമിനെ കിട്ടിയാലും അഫ്ഗാൻ തോൽപ്പിക്കുന്ന അവസ്ഥയാണ്. ഇപ്പം ഇന്ത്യ പോലും മുന്നിലെത്തിയാൽ എനിക്ക് തോന്നുന്നു ഇപ്പം വലിയൊരു വെല്ലുവിളി തന്നെ അവിടെ ഇന്ത്യ നേരിടും. കാരണം അത്രയും ഒരു നല്ലൊരു ടീം ആ ഒരു പ്ലേയിങ് 11ലേക്ക് ചെന്നാൽ തന്നെ അത്രയും നല്ലൊരു ടീമായിട്ട് അതെ അഫ്ഗാൻ അങ്ങനെയും മാറുന്നുണ്ട്. അപ്പം ഇനിയിപ്പം സെമിയിലേക്ക് ഇന്ത്യ ഓൾറെഡി സെമിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി അഫ്ഗാൻ ആണ് ഇന്ത്യക്ക് എതിരാളികളെങ്കിൽ അവിടെ ഇന്ത്യ നന്നായിട്ട് ആ ഒരു നല്ലൊരു മത്സരം അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലണ്ടിനാണെങ്കിലും വിക്കറ്റുകളാണ് വീഴുന്നത്. അതേപോലെ ഒരു അവസ്ഥ ഇന്ത്യക്ക് പറ്റുകയാണെങ്കിൽ ഇന്ത്യയെ പിന്നെ ഇന്ത്യക്ക് എങ്ങനെ അത് മറികടക്കാൻ പറ്റും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ അഫ്ഗാനെ കുറച്ച് കാണാൻ പറ്റില്ല. നമുക്ക് ബംഗ്ലാദേശ് മത്സരത്തിൽ നമ്മളൊരു ദുർബലരായ ശക്തികളെ കണ്ടിരുന്നു. പക്ഷേ അഫ്ഗാൻ അങ്ങനെ കാണാൻ പറ്റില്ല. അഫ്ഗാൻ താരങ്ങളെ മറ്റു പ്രത്യേകത ഇന്ത്യൻ താരങ്ങളെ എല്ലാം നന്നായിട്ട് അറിയുന്നവരാണ്. ഇന്ത്യൻ പിച്ചുകളിലൊക്കെ IPL ആയാലും നല്ല ഇതാണ്. പിന്നെ അവർക്ക് ദുബായിലെ പിച്ചും ഒക്കെയാണ്. ഇപ്പം സെമിയിലേക്ക് നമ്മൾ പറഞ്ഞാൽ തന്നെ ഇന്ത്യയിലേക്ക് എതിരാളികളായിട്ട് അവർ എത്തുകയാണെങ്കിൽ സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പൊ ഇപ്പം ഇന്ത്യ ന്യൂസിലാൻഡും തമ്മിലുള്ള മത്സരം ഇനി വരുന്നുണ്ട്. അതിൽ തന്നെയാണ് ഗ്രൂപ്പ് ജേതാക്കളും രണ്ടാം അവർ തന്നെയാണ്. അപ്പം അതില് വലിയൊരു സംശയമില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് എന്ന് ആരൊക്കെയാണ് സെമിയിൽ എത്തുന്നത് നമുക്കറിയാം, വ്യക്തമാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴും ഇംഗ്ലണ്ട് മാത്രമേ പുറത്തായിട്ടുള്ളൂ. ബാക്കി 3 ടീമിന് ഓസ്ട്രേലിയക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും അഫ്ഗാനും സാധ്യതയുണ്ട്. അടുത്ത കളിയിൽ ഓസ്ട്രേലിയ തോപ്പിച്ച് അഫ്ഗാൻ സെമിയിലേക്ക് എത്തും. ഈ പിന്നെ ഓസ്ട്രേലിയ തോറ്റു കഴിഞ്ഞാലും അപ്പോൾ ഓസ്ട്രേലിയക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും 3 പോയിന്റ് ഉള്ളത്. അപ്പം പിന്നെ അവർ തമ്മിലുള്ള മത്സരമായിരുന്നു, ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരം വരുന്നത്. ഈ അതിൽ തന്നെ തോറ്റു കഴിഞ്ഞാൽ തന്നെ പിന്നെ ദക്ഷിണാഫ്രിക്കയ്ക്ക് നെറ്റ് റണ്ണിട്ട് മുകളിലാണെന്നുള്ള ആശ്വാസമുണ്ട്. അപ്പം ഓസ്ട്രേലിയ ജയിച്ചാൽ ഓസ്ട്രേലിയക്കും ദക്ഷിണാഫ്രിക്കയും കയറാം, ഓസ്ട്രേലിയ ജയിച്ചില്ലെങ്കിൽ പിന്നെ പുറത്തു കൊണ്ട അവസ്ഥ വരും. അത് ഒന്നും പറയാൻ പറ്റില്ല, അവിടെ ഇപ്പൊ എന്താണ് അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത ഇവര് തമ്മിലുള്ള ഒരു മാച്ച് നടന്ന അതും ഇതേപോലെ തന്നെ അതാണ്, അത് അവസ്ഥയിലേക്ക് എല്ലാ അവസ്ഥയിലുണ്ട്. ഗ്രൂപ്പിൽ തന്നെ ഒരു മരണ ഗ്രൂപ്പായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മളിപ്പോ ആദ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക് ചാൻസ് ഉണ്ട്, ഓക്കെ. പക്ഷേ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും നല്ല ടീമാണ്. അഫ്ഗാൻ ഒരു പിന്നെ ഇവർക്കെല്ലാം ഒരു പഞ്ഞിക്കിടാൻ വേണ്ടി ഒരു കുഞ്ഞൻ ടീം എന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ആദ്യം തുടക്കത്തിൽ എന്തായാലും അഫ്ഗാൻ ആയിരിക്കും ആദ്യം പോകുക. പക്ഷെ ക്രിക്കറ്റ് സൂക്ഷ്മ വെലുത്തുന്നവർ അങ്ങനെ കാണില്ല, അവർക്കറിയാം. പിന്നെ മുഹമ്മദ് നബിയും റാഷിദും ഈ നമ്മൾ പറഞ്ഞ സർദാർ ഉൾപ്പെടെയുള്ള താരങ്ങൾ വരുമ്പം അമർ സാഹിബ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തുടങ്ങി ഈ താരങ്ങളൊക്കെ വരുമ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല അറിയാം. പക്ഷെ എളുപ്പമായിരിക്കില്ലെങ്കിലും അവർ പുറത്തു പോകും. ബാക്കി 3 സ്പോട്ടിന് വേണ്ടി 3 ടീമെ മത്സരിക്കുന്ന കരുതി. പക്ഷെ അതിൽ ആദ്യം തന്നെ ഇംഗ്ലണ്ടിനെ പുറത്താക്കി. ഇതിൽ ഏറ്റവും വലിയ കോമഡി പറഞ്ഞാൽ നമ്മളെ ചാമ്പ്യൻഷിപ്പ് കിട്ടുമ്പോൾ ഇന്ത്യയും ഇംഗ്ലണ്ടും കളിച്ചപ്പം 3 മത്സരങ്ങൾ ഇംഗ്ലണ്ട് തോറ്റു. ആ 3 മത്സരം തോക്കുന്ന അവസ്ഥയിലെത്തുമ്പം ഇംഗ്ലണ്ടിന്റെ ഡക്കറ്റ് പറഞ്ഞത് ഈ 3 കുറിച്ച് നമ്മൾ പറയാൻ പ്രശ്നമൊന്നുമില്ല, ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യ നമ്മൾ ഇംഗ്ലണ്ട് തോപ്പിക്കുമ്പോൾ ഈ തോൽവി മറന്നോളുന്നതാണ്. സെമിയിലെത്താൻ പറ്റിയില്ല, അതാണ് ഇന്ത്യ സെമിയിലെത്തുമ്പോഴേക്കും അവർക്ക് സെമിയിലെത്താൻ പുറത്തായി. അപ്പം വേറെ നാണക്കേടിലേക്കാണ് ഇംഗ്ലണ്ടും പോകുന്നത്. പിന്നെ ICC ടൂർണമെന്റിൽ നിന്ന് പുറത്താവുന്നത് അഫ്ഗാനോട് തോറ്റിട്ടാണ്. അതൊരു വലിയ ടീം റൗണ്ടിലേക്ക് പൊരുതി നോക്കാൻ പറ്റിയിട്ട് ബട്ട്ലറും റൂട്ടൊക്കെ നന്നായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പിന്നെ റൂട്ടിന് പ്രകടനം കാണാതിരിക്കാൻ പറ്റില്ല. റൂട്ട് വളരെ കാലത്തിന് ശേഷമാണ് സെഞ്ചുറി തിരിച്ചു വരുന്നത്. പിന്നെ ഡക്കറ്റും നല്ല രീതിയിൽ തുടങ്ങി. പക്ഷേ അഫ്ഗാനെ പോരാട്ടം തരുന്നില്ല, അവർക്ക് പിടിച്ചിക്കാൻ വേണ്ടി പറ്റിയില്ല. അതെ, നല്ലൊരു മികച്ചൊരു ഫീൽഡിംഗ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അഫ്ഗാൻ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനത്തേക്കുള്ള ഒരു വലിയൊരു വിക്കറ്റ് വീഴ്ചയൊക്കെ. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ റൂട്ടുള്ള സമയം വരെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഓക്കെ ഇംഗ്ലണ്ടിന് എങ്ങനെയെങ്കിലും ആ ഒരു അടുത്തെത്താൻ കഴിയും. കാരണം 8 റൺസിന്റെ ഒരു വ്യത്യാസമാണ് വന്നത്. അതെ, അത് ആ ഒരു എത്തി. അപ്പം കാരണം മാത്രമല്ല നേരത്തെ അവരുടെ ഒരു 351 എന്നുള്ള ഒരു അവര് എത്തിച്ചതാണ്. അപ്പൊ അവർക്ക് ചിലപ്പോ സ്വാഭാവികമായിട്ടും ഒക്കെ ഇത് ജയിച്ചല്ലേ നമുക്ക് ഇംഗ്ലണ്ടിന്റെ തുടക്കം അങ്ങനെയായിരുന്നല്ലോ, 4 തുടങ്ങി നല്ല തുടക്കമാണ് നൽകിയത്. അതാണ് കൃത്യമായിട്ടുള്ള വിക്കറ്റ് ഇട്ടിട്ട് അഫ്ഗാൻ കളി പിടിക്കുന്നത്. അവസാനമാകുമ്പോഴേക്കും ഈ പറഞ്ഞ തന്നെ റൂട്ട് പുറത്തായിട്ടും ആർച്ചറും ആദിൽ റഷീദും നിൽക്കും കൂടി ആ ടോട്ടൽ അവർക്ക് പിടിക്കാൻ പറ്റും. അവിടെ എത്തിയിട്ടുണ്ട്, വിജയത്തിന് ഒറ്റടിയിലാണ് അത് മറികടക്കുന്നത്. പക്ഷെ ബൗണ്ടറി ലൈനിലുള്ള ക്യാച്ചുകൾ തുടരെ വരുന്നു, ടീം പുറത്താവുന്നു. അത് ഫീൽഡ് സെറ്റിംഗ് കൂടെ നമ്മൾ നോക്കണം. അഫ്ഗാന്റെ ഫീൽഡ് സെറ്റിംഗ് ഒരു നല്ല നായകൻ ബൗളിംഗ് ചേഞ്ചുകൾ കൃത്യമായി വരുത്തി, ക്രൂഷ്യലായ ചേഞ്ചുകൾ വരുത്തിക്കൊണ്ടാണ് വിക്കറ്റുകൾ വീഴ്ത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പം കളിയെ അവർ പഠിച്ചു കഴിഞ്ഞു. വെറുതെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഒരു നേരം പോക്കി ഇപ്പം ഇപ്പോഴത്തെ പാകിസ്ഥാൻ ടീം കളിക്കുന്ന പോലെ വെറുതെ ഒരു 3-4 ആളുകൾ കളിച്ചു തീർക്കാൻ വേണ്ടി നേരം പോക്കി കളിക്കുമല്ല. അവർ കളി പഠിച്ച് കളി മനസ്സിലാക്കി വന്നിട്ടാണ് കളിക്കുന്നത്. അതിന്റെ മാറ്റമാണ് ഇപ്പൊ കാണുന്നത്. അതെ. ഇനിയിപ്പോ എന്തായാലും ഇംഗ്ലണ്ടിന്റെ ടീമിൽ ചിലപ്പം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടാവും. കാരണം ഒരു കാരണവശാലും ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു സമയമുണ്ടല്ലോ. മാത്രമല്ല ഓസ്ട്രേലിയയുടെ കൂടെ തോറ്റപ്പോ അതില് ഓസ്ട്രേലിയ നേരിട്ട് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് താരങ്ങളെ അവർക്ക് പരിക്ക് മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു ഓസ്ട്രേലിയക്ക് പഴയതുപോലെ എത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലൊക്കെ വന്നിട്ട് ടോട്ടലിലേക്ക് എത്തുന്നു. മാത്രമല്ല ഇംഗ്ലണ്ട് വലിയൊരു പടുകൂറ്റൻ സ്കോർ ഉയർത്തി. അപ്പം തന്നെ എല്ലാവരും വിചാരിച്ചു ഓക്കെ ഓസ്ട്രേലിയയിൽ അധികം താരങ്ങളില്ല, പലർക്കും പരിക്കാണ്. ഇംഗ്ലണ്ട് ആണെങ്കിൽ ഇപ്പൊ ചരിത്രം പോലും കുറിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് നേരെ ഓസ്ട്രേലിയ അവിടെയും പോയി. ഒരു ദൗർഭാഗ്യം കൂടിയാണ് എനിക്ക് തോന്നുന്നത്. നിർഭാഗ്യം കൊണ്ട് ഇംഗ്ലണ്ട് ഇപ്പൊ 2 മത്സരത്തിലും ഒരു പിന്നെ ഇത് വിജയത്തിനരികിലെത്തുന്നു, മറ്റേത് ഉയർന്ന സ്കോർ എടുത്തിട്ടും എത്താൻ പറ്റുന്നില്ല. എന്തോ ഒരു പ്രശ്നം അവരിൽ ഇംഗ്ലണ്ട് ഇപ്പൊ ഇന്ത്യയുടെ മത്സരത്തിൽ കണ്ടാൽ തന്നെ ഇന്ത്യയുടെ പരമ്പരയിലും അങ്ങനെ ആയിരുന്നല്ലോ, ജയിക്കാനുള്ള പല മത്സരങ്ങളും കൊണ്ട് കളയുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഇപ്പൊ അനുഷ പറഞ്ഞ പോലെ തന്നെയാണ് ഇംഗ്ലണ്ടിന് ഈ പരമ്പരയ്ക്ക് ശേഷം പിന്നെ ടീമിൽ പല അഴിച്ചുപണി ഉണ്ടാവുന്ന പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അതേ പാകിസ്ഥാനായിരിക്കും നമ്മൾ പറയേണ്ടി വരും. ആ പാകിസ്ഥാനെ ഉടച്ചു പറക്കേണ്ടി വരും. ഓൾറെഡി ഉണ്ട് അതിൽ ഒരുപാട് ഇപ്പം പലരും വിരമിക്കൽ റൂമേഴ്സ് പോലും റൂമേഴ്സ് അല്ലെങ്കിൽ തന്നെ എടുത്ത് പുറത്തിടേണ്ട അവസ്ഥയാണ്. ഇപ്പം മുൻതാരങ്ങൾ അവരെ ഇപ്പം പറഞ്ഞു വരുമ്പം ജീവിച്ചിരിക്കുന്ന മുൻതാരങ്ങളെല്ലാം ഈ ടീമിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. അത് ആ ബാബർ അസമിനായാലും പിന്നെ ഷഹീൻ അഫ്രീദിനായാലും എല്ലാവരും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്, ആരാധകർ പറയുന്നതിനേക്കാളും രൂക്ഷമായി വിമർശിക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഒരു കുഞ്ഞൻ ടീമായിരുന്നവർ അടുത്ത കാലത്ത് ഇങ്ങനെ ഉദിച്ചു വരുന്ന ഒരു ടീമിനെ കാണുമ്പം ഈ പറഞ്ഞ സീനിയർ താരങ്ങൾക്ക് നിർത്തി പോകുന്നതിനായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, കാരണം ഓൾറെഡി ഇപ്പൊ കോച്ചിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് പാകിസ്ഥാന്റെ. അപ്പം ഇപ്പം ക്യാപ്റ്റൻ ആണെങ്കിലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
പലരെയും ഈ ഒരു കോച്ചിന്റെ അല്ലെങ്കിൽ പരിശീലകന്റെ താല്പര്യത്തെ തുടർന്ന് ടീമിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ തന്നെ പറയുമ്പോൾ അവിടെ ക്ലിയർ പിക്ചറാണ് പരിശീലകനും കോച്ചും ക്യാപ്റ്റനും തമ്മിൽ അത്ര ടീം നിയന്ത്രിക്കുന്നത്. PCBക്കും ഇതിൽ വലിയ റോളില്ല. PCBയും തിരിച്ചുകൊണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് ഉറപ്പാണ്. എല്ലാ ടൂർണമെന്റിലും ഇന്ത്യയുടെ തോറ്റ തന്നെ പാക് ടീമിൽ അഴിച്ചുപണി ഉണ്ടാവും. അപ്പൊ ഈ നാണം കെട്ട തോൽവി സ്വന്തം ആതിഥ്യ രാജ്യത്തിൽ 96 നടക്കുന്ന ICC ടൂർണമെന്റിൽ നാണം കെട്ട് പുറത്തു പോകുന്ന പറഞ്ഞാൽ പാകിസ്ഥാൻ ടീം തല മൊത്തത്തിൽ ഉരുളേണ്ടി വരും. ആ അവസ്ഥയിലേക്കാണ് അത് കാണുമ്പോൾ ഇവിടെ അഫ്ഗാൻ ഇങ്ങനെ കയറുന്ന വരുന്ന കാണുമ്പോൾ പാകിസ്ഥാൻ ഇനി ഇതിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് വരട്ടെ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ടീമും തോൽക്കുമ്പോൾ നമുക്ക് അവർ ഇത്രയും ചെയ്തിട്ട് അവർ തോക്കുകയാണല്ലോ എന്നുള്ളൊരു പക്ഷെ പാകിസ്ഥാനിൽ നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ട് 2 മത്സരത്തിലും അങ്ങനെയാണ് തോറ്റത്. പക്ഷേ പാകിസ്ഥാൻ ഏകദേശം 60 റൺസിന് 6 വിക്കറ്റ് 2 തോൽവി അങ്ങനെയായിരുന്നു. ഇപ്പൊ ഈ ബംഗ്ലാദേശിനോട് ജയിച്ചാൽ തന്നെ അതൊരു വലിയ ജയമായപ്പോലും ബംഗ്ലാദേശിനോടാണെന്നുള്ള രീതിയിൽ മാത്രമേ ഉണ്ടാവും. അതിന്റെ കാര്യമില്ല. അത് എന്നാൽ ന്യൂസിലാൻഡിന് 60 റൺസിന് പറ്റും, ഇന്ത്യയുടെ 6 വിക്കറ്റിന് പറ്റും. 2 ഏകപക്ഷീയമായിട്ടാണ് 2 ടീമും ജയിച്ചു കയറിയത്. പക്ഷെ നമ്മുടെ കാഴ്ചക്കാർ മാത്രമായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് അഫ്ഗാനെ കുറിച്ചാണെങ്കിലും അതിനിടയ്ക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അത് കാണേണ്ടതാണ്. ഈ ഏഷ്യയിലെ 2 ടീമുകൾ വരുമ്പോൾ കാണേണ്ടതാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും കണ്ട് പഠിക്കേണ്ടതാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഗ്രൂപ്പ് ബിയുടെ ഒരു ചിത്രമാണ് നമുക്ക് ഇനി തെളിഞ്ഞ് കിട്ടേണ്ടത്. എന്തായാലും ഇംഗ്ലണ്ട് ഔട്ടായി, ഇംഗ്ലണ്ട് പുറത്തു പോയിട്ടുണ്ട്. ബാക്കി 3 പേരിൽ ആരായിരിക്കും സെമിയിൽ എത്തുക, അതേപോലെ തന്നെ ഇന്ത്യക്ക് സെമിയിൽ ആരായിരിക്കും ഒരു എതിരാളികളായി വരിക എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ സെമിഫൈനലിൽ ഇതിനെ പറയണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ മത്സരങ്ങളെല്ലാം പൂർത്തിയാവേണ്ടത്. ഇപ്പം ഇന്ത്യ ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് തമ്മിൽ ഏറ്റുമുട്ടി ഈ ഗ്രൂപ്പിലെ ജേതാക്കൾ ആരാണെന്ന് അറിയണം. ഫസ്റ്റ് 2 സ്പോട്ട് മനസ്സിലാവണമെങ്കിൽ. മറിച്ച് മറ്റേ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴേക്കും അവിടെ പറഞ്ഞ അൻഷു പറഞ്ഞിട്ട് ഇംഗ്ലണ്ട് പുറത്തായി. ഇനി 3 ടീമിനും ചാൻസ് ഉണ്ട്. ഓസ്ട്രേലിയ തോൽപ്പിച്ചിട്ട് അഫ്ഗാൻ എത്താം. പിന്നെ ദക്ഷിണാഫ്രിക്കക്കും പിന്നെ ഓസ്ട്രേലിയ തോൽപ്പിച്ചിട്ട് അഫ്ഗാൻ എത്തുവാണെങ്കിൽ അഫ്ഗാൻ ഒരു ടീമായി മാറും. പിന്നെ ഉള്ളത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക